ഇറാഖിലെ ഖത്തൈബ് സയ്യിദ് അൽ ഷുഹദ എന്ന സംഘത്തിന്റെ തലവനാണ് അബു അൽവാല. ഇപ്പോൾ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് വലിയ തുകയാണ് അമേരിക്ക സമ്മാനമായി നൽകുന്നത്. $10 മില്യൺ അമേരിക്ക പ്രഖ്യാപിച്ചത്, അതായത് ഏകദേശം 94 കോടി ഇന്ത്യൻ രൂപ. ഇയാളെക്കുറിച്ചുള്ള ഏതുതരം വിവരങ്ങൾക്കും ഈ സമ്മാനം ബാധകമാണെന്നും അമേരിക്ക പറയുന്നു. അതേപോലെ ഇയാളുടെ വിവരം കൈമാറുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൽ എവിടേക്കും അവരെ മാറ്റി പാർപ്പിക്കാനും അമേരിക്ക തയ്യാറാണ്. ഇറാൻ പിന്തുണയുള്ള ഇറാഖി സായുധ ഗ്രൂപ്പാണ് ഖത്തൈബ് സയ്യിദ് അൽ ഷുഹദ. ഈ സംഘടനയുടെ സെക്രട്ടറി ജനറലാണ് ഹാഷിം ഫിന്യാൻ റഹീം അൽ സറാജ എന്നു പേരുള്ള അബു അൽവാല. അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾക്കെതിരെ നിലകൊള്ളുന്ന അബു അൽവാല ഇറാഖിലും സിറിയയിലും US സൈന്യത്തിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്ന ഇസ്ലാമിക് റെസിസ്റ്റൻസ് നേതാവാണ്. ഇസ്രായേലിന്റെ പാവയായി ട്രംപ് അമേരിക്കയെ കൊണ്ട് നടക്കുകയാണെന്ന് നേരത്തെ അബു അൽവാല ആരോപിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ സൈന്യത്തിനെതിരെ ഇറാഖിലും സിറിയയിലും തുടരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 2023 നവംബർ 17-ന് KSSനെ ആഗോള ഭീകരരായി അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയും കൂടിയാണ് ഈ അബു അൽവാല. KSSൽ ചേരുന്നതിന് മുമ്പ് ഖത്തൈബ് ഹിസ്ബുള്ള എന്ന സംഘടനയിൽ അദ്ദേഹം അംഗമായിരുന്നു. ആ സമയത്ത് ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. 2010-ലാണ് പിന്നീട് അദ്ദേഹം ജയിലിൽ നിന്നും മോചിതനാകുന്നത്. എന്നാൽ ജയിൽവാസം അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. മോചിതനായ ശേഷം സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് KSS രൂപീകരിക്കുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്തു. ISIS എന്ന ഭീകര സംഘടന ഇറാഖിൽ പിടിമുറുക്കിയപ്പോൾ അതിനെതിരെ ധീരമായി പൊരുതിയ ചരിത്രമാണ് KSSനുള്ളത്. സ്വന്തം നാടിനെ ഭീകരിൽ നിന്ന് രക്ഷിക്കാൻ ഇറാൻ നൽകിയ പിന്തുണയും വാലിയുടെ നേതൃത്വവും ഇറാഖിന് വലിയ സഹായമായി മാറിയിരുന്നു. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും നയതന്ത്ര സ്ഥാപനങ്ങൾക്കും നേരെ KSS നടത്തുന്ന ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 1000-ൽ-അധികം ആക്രമണങ്ങളാണ് ഈ പ്രതിരോധ നിര അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും എതിരെ നടത്തിയത്. എന്നാൽ പശ്ചിമേഷ്യൻ ജനതയുടെ മനസ്സിൽ വാലി ഒരു ഭീകരനല്ല, മറിച്ച് അമേരിക്കൻ അധിനിവേശത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു പോരാളിയാണ്. അമേരിക്കൻ സൈന്യം ആ മേഖല വിട്ടു പോകണം എന്ന ഇറാന്റെയും ഇറാഖി പ്രതിരോധ ഗ്രൂപ്പുകളുടെയും ആവശ്യം ന്യായമാണ്. ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നവരെ പണം കൊടുത്ത് നിശബ്ദമാക്കാനാണ് അമേരിക്ക എപ്പോഴും ശ്രമിക്കുന്നത്. ഇസ്രായേലിന്റെ കയ്യിലെ പാവയായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും അമേരിക്കയെ തിരിച്ചു പിടിക്കാൻ അവിടുത്തെ ജനതയോട് ആഹ്വാനം ചെയ്ത ആളുമാണ് അബു അൽവാല. ട്രംപും നെതന്യാഹുവും നിങ്ങളുടെ ജനാധിപത്യം പിടിച്ചെടുക്കുകയും നിങ്ങളുടെ നികുതി പണം കൈക്കലാക്കുകയും ഒരു വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തി നിങ്ങളുടെ മക്കളെ നരകത്തിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ഏറ്റവും ഉചിതമായ സമയം. നിങ്ങൾ എത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഭാവി സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം നിങ്ങളുടെ ഭാവി ഇപ്പോൾ ഭീഷണിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ തിരിച്ചു പിടിക്കാനും കുട്ടികളുടെ രക്തച്ചൊരിച്ചിൽ തടയാനും അമേരിക്കക്കാർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും അബു അൽവാല ആഹ്വാനം ചെയ്തിരുന്നു. ഈ ആഹ്വാനമാണ് അബു അൽവാലയെ ഇല്ലാതാക്കാൻ $10 മില്യൺ കൊടുക്കാമെന്ന് അമേരിക്കയെ കൊണ്ട് പറയിപ്പിച്ചത്. അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറുന്നവരെ അല്ലെങ്കിൽ അമേരിക്കൻ അധീശത്വം ചോദ്യം ചെയ്യുന്നവരെ ഭീകരർ എന്ന് മുദ്രകുത്തി വേട്ടയാടുന്ന പതിവ് അവരുടെ ഒരു ശൈലിയുടെ ഭാഗമാണ്. അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറുന്നവരെ അല്ലെങ്കിൽ അമേരിക്കൻ അധീശത്വം ചോദ്യം ചെയ്യുന്നവരെ ഭീകരർ എന്ന് മുദ്രകുത്തി വേട്ടയാടുന്ന പതിവ് ശൈലിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അബു അൽവാലയെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് വലിയ ഈ പാരിതോഷികം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്.